ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 2024 ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ച് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച കേസിലായിരുന്നു വിധി പ്രഖ്യാപനം ഉണ്ടായത്. കേസിൽ റയാൻ റൂത്ത് എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ട്രംപിന് നേരെ നടന്ന വധശ്രമം വ്യാപകമായ ചർച്ചകൾക്ക് വഴിതെളിക്കുകയും ചെയ്തിരുന്നു. പ്രതി ചെയ്ത കുറ്റം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് ഫെഡറൽ പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. US ഡിസ്ട്രിക്ട് ജഡ്ജി ഐലീൻ കാനൻ ആണ് വിധി പ്രഖ്യാപിച്ചത്. പരോളില്ലാത്ത ജീവപര്യന്തമാണ് പ്രതിക്കുള്ള ശിക്ഷ. ഇതോടൊപ്പം തോക്ക് കേസിൽ 7 വർഷം തടവും അനുഭവിക്കണം. മറ്റു 3 കുറ്റങ്ങൾക്കുള്ള ശിക്ഷകൾ ഇതോടൊപ്പം അനുഭവിച്ചാൽ മതി. സെപ്റ്റംബറിൽ റയാൻ റൂത്ത് കുറ്റക്കാരനാണ് എന്ന് ജൂറി അംഗങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നാലെ ഇയാൾ കോടതി മുറിയിൽ വെച്ച് സ്വയം കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്കാൻ വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ US ജനാധിപത്യം ശരിയായി പ്രവർത്തിക്കില്ല എന്നും അതാണ് ഈ വ്യക്തി ചെയ്യാൻ ശ്രമിച്ചത് എന്നും അസിസ്റ്റന്റ് US അറ്റോർണി ജനറൽ ഷിപ്ലി പറയുകയുണ്ടായി. ഇറാൻ അമേരിക്ക ആണവ ചർച്ച വെള്ളിയാഴ്ച ഒമാനിൽ നടക്കും. തുർക്കിയിൽ നിന്നും ചർച്ചാവേദി മാറ്റണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചതോടെയാണ് തുടർ ചർച്ചകൾക്ക് ഒമാൻ വേദിയാവുന്നത്. അതേസമയം ചർച്ച ചെയ്യേണ്ട അജണ്ടകളെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ഇപ്പോഴും ധാരണയിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. US ഇറാനും തമ്മിലുള്ള സംഘർഷം ഉയർന്ന നിലയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ നടക്കുമെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി. വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാച്ചി സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആവർത്തിക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം വളരെയധികം ആശങ്കപ്പെടണം, കാരണം അവർ ഞങ്ങളുമായി ചർച്ചകൾ നടത്തുകയാണ് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. എന്നാൽ ഇതേക്കുറിച്ച് ട്രംപ് കൂടുതൽ വിശദീകരിച്ചില്ല. അതിനാൽ തന്നെ ചർച്ചകൾ ലക്ഷ്യം കണ്ടില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വീണ്ടും ഒരു യുദ്ധസാധ്യത തള്ളിക്കളയാൻ ആകില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ആദ്യം തുർക്കിയിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇറാൻ ആണ് ഒമാൻ തിരഞ്ഞെടുത്തത്. ഇറാന്റെ ആണവ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് പിന്തുണ എന്നിവയാണ് ചർച്ചയുടെ പ്രധാന വിഷയങ്ങൾ. വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തിയതായി ട്രംപ്. വ്യാപാരം, ഊർജ്ജം, തായ്വാൻ, ഇറാൻ, ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മികച്ച ഫോൺ സംഭാഷണം നടത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഏപ്രിലിൽ ബീജിംഗ് സന്ദർശിക്കാനുള്ള തന്റെ പദ്ധതികൾ, US ചൈന ബന്ധത്തിലെ നിർണായകമായ മറ്റു വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചും ഫോൺ കോളിൽ തങ്ങൾ ചർച്ച ചെയ്തതായി ട്രംപ് അവകാശപ്പെട്ടു. ചൈനയുമായുള്ള ബന്ധവും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള തന്റെ വ്യക്തിപരമായ ബന്ധവും വളരെ മികച്ചതാണ്. അത് അങ്ങനെ തന്നെ നിലനിർത്തേണ്ടത് എത്ര പ്രധാനമാണ് എന്ന് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് പറയുകയുണ്ടായി. ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തെക്കുറിച്ച് ചൈനയും പരാമർശിക്കുകയുണ്ടായി. തങ്ങളുടെ രാജ്യങ്ങൾ അടുത്ത വർഷം ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന ഉച്ചകോടികളെക്കുറിച്ച് തങ്ങൾ ചർച്ച ചെയ്തതായി ചൈനീസ് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഏപ്രിലിൽ ട്രംപിന്റെ ബീജിംഗ് സന്ദർശനത്തെക്കുറിച്ച് ചൈനീസ് പ്രസ്താവനയിൽ പരാമർശങ്ങൾ ഇല്ല. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് 25% നികുതി ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. അമേരിക്കയുമായുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ മിസൈൽ ശേഷി വർദ്ധിപ്പിച്ച ഇറാൻ ശത്രുക്കളുടെ ഏത് നീക്കത്തിനും അതിവേഗത്തിൽ മറുപടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ സുരക്ഷയും പ്രതിരോധവും ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടിയെന്ന് ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. മേഖലയിലെ സമാധാനം ലക്ഷ്യമിട്ടാണ് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതെന്ന് ഇറാനിയൻ സൈന്യം പറയുന്നു. അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലും ശത്രുക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിലും ഇറാൻ പിന്നോട്ടില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ മിസൈൽ സാങ്കേതിക യിലും വിന്യാസത്തിലും വലിയ മുന്നേറ്റം നടത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നു. ശത്രുരാജ്യങ്ങളിൽ നിന്നുള്ള ഏതൊരു ആക്രമണത്തെയും തടയാൻ ശേഷിയുള്ള മിസൈൽ പ്രതിരോധ കവചം വികസിപ്പിച്ചതായും ഇറാൻ പറയുന്നു. വിദേശ ശക്തികളുടെ ഭീഷണികളെ ചെറുക്കാൻ തങ്ങൾ സുസജ്ജരാണ് എന്ന് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർ അറിയിച്ചു. തങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ഒട്ടും വൈകാതെ തന്നെ അതിശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം രാജ്യത്ത് വികസിപ്പിച്ചെടുത്ത ദീർഘദൂര മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും പരീക്ഷിച്ചുകൊണ്ടാണ് ഇറാൻ പ്രകോപനം സൃഷ്ടിക്കുന്നത്. ചർച്ചകളിലൂടെയുള്ള പരിഹാരത്തിന് ശ്രമിക്കുമ്പോഴും സൈനികമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ശത്രുക്കളുടെ സമ്മർദ്ദതന്ത്രങ്ങളെ ചെറുക്കാനാണ് എന്ന് നിരീക്ഷകർ കരുതുന്നു. മധ്യേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാന്റെ ഈ നീക്കം ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്.
ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി അബുദാബിയിൽ വെച്ച് നടക്കുന്ന ആദ്യഘട്ട ചർച്ചകൾ ശുഭപ്രതീക്ഷ നൽകുന്നതാണ് എന്ന് വ്യക്തമാക്കി ഉക്രൈൻ. അമേരിക്കയുടെ മാധ്യസ്ഥതയിൽ നടന്ന ഈ കൂടിക്കാഴ്ചയിൽ വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്ന് ഉക്രൈന്റെ പ്രതിനിധികൾ പറയുന്നു. ഒരു ദിവസം കൂടി ചർച്ചകൾ തുടരാനാണ് നിലവിലെ തീരുമാനം. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ഇതുവരെ 55,000 ഉക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വെളിപ്പെടുത്തിയിരുന്നു. യുദ്ധം മൂലം ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും കിഴക്കൻ മേഖലകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തടവിലാക്കപ്പെട്ട സൈനികരെ പരസ്പരം കൈമാറുന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉക്രൈന്റെ പക്കലുള്ള ഭൂമി വിട്ടു നൽകണമെന്ന റഷ്യയുടെ വാശിയാണ് ചർച്ചകളിലെ പ്രധാന തടസ്സം. എന്നാൽ സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഉക്രൈൻ ആവർത്തിച്ചു. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള പ്രായോഗികമായ വഴികളാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വെനസ്വേലയിലെ തടവറകളിൽ കഴിഞ്ഞിരുന്ന 22 രാഷ്ട്രീയ തടവുകാരെ കൂടി സർക്കാർ മോചിപ്പിച്ചു. ജനുവരി മുതൽ ആരംഭിച്ച മോചന നടപടികളുടെ ഭാഗമായാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇതോടെ കഴിഞ്ഞ 1 മാസത്തിനിടെ ജയിൽ മോചിതരായവരുടെ എണ്ണം 372 ആയെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഫോറോ പീനൽ അറിയിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ റോറി ബ്രാങ്കർ ഉൾപ്പെടെയുള്ളവരാണ് പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഏകദേശം 600-ലധികം പേരെ മോചിപ്പിച്ചുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. പഴയ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ കുറ്റപ്പെടുത്തി. മോചന നടപടികൾ വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് എന്ന് തടവുകാരുടെ കുടുംബാംഗങ്ങൾ പരാതിപ്പെടുന്നു. ഇപ്പോഴും 700ഓളം രാഷ്ട്രീയ തടവുകാർ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ വിട്ടയക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുടെ ബന്ധുക്കൾ.